എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ സാക്കുറെ കാണിക്കുന്നു. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. 4 ബുക്സ് ഒക്കെ പിടിച്ച് നമ്മുടെ ഹൊക്കാഗയുടെ 5 ശിങ്കിടി നിഞ്ചകള്. അവർ ഓൾറെഡി ഹൊക്കാഗേനെ പ്രാഗിക്കൊണ്ടായിരിക്കും ബുക്സും എടുത്ത് നടന്നു വരിക. അവര് സാക്കുറെ കണ്ട് ഷോക്കായിട്ട്, നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങരുതെന്ന്. കാര്യം നീ നിഞ്ചയൊക്കെ ആണെങ്കിലും നീ ഒരു പെൺകുട്ടിയാണ്, ഒരുപാട് സൂക്ഷിക്കണം. കട്ട് ചെയ്ത നമ്മുടെ ഹൊക്കാഗെ അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അവിടെ കിടന്ന് തളർന്നുറങ്ങുകയാണ്. അവിടേക്ക് നമ്മുടെ ബുക്കുകളുമായിട്ട് ആളുടെ ശിങ്കിടികൾ കടന്നു വരും. അവർക്ക് കലിപ്പടിച്ച്, നീ എപ്പോഴും എങ്ങനെയാണ് ഞങ്ങൾക്ക് ഓരോ പണി തന്നുകൊണ്ടിരിക്കും, പണിയെടുത്ത് ഞങ്ങളുടെ നടു ഒടിഞ്ഞു എന്ന് അവര് പറയും. അത് കേട്ട് പാവം നമ്മുടെ ആന്റി ആവട്ടെ ഞെട്ടി എണീറ്റ് അവരെ വണ്ടടിച്ച് നോക്കും. അവര് പറയും, നിന്റെ അടിപൊളി ശിഷ്യൻ സാസുക അവൻ നാട് വിട്ടുപോയി. ഉടനെ അവൾ ഞെട്ടി എണീക്കും. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഈ കാര്യമെന്ന് ചോദിച്ച് അവൾ കൂടുതൽ കാര്യം അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാവും. ഞങ്ങളോട് ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ സാക്കുറ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാം പുറകില് സാക്ഷാൽ ഒറോച്ചിമാറു തന്നെയാണെന്ന്. പക്ഷെ എന്തിനായിരിക്കാം അവനിത് ചെയ്യുന്നത്? ആ സ്പെഷ്യൽ ജിപ്സുവിന് വേണ്ടിയോ അതോ ലീഫ് വില്ലേജ് മുഴുവനായിട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന ഒരാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആന്റി അവളുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയും. കട്ട് ചെയ്താ നമ്മുടെ ഗാറെ കാണിക്കുകയാണ്. ഗാറയാവട്ടെ അവന്റെ വീട്ടിലിരുന്ന് നല്ല പോലെ പ്രഭാത ഭക്ഷണം അടിച്ചു കയറ്റാണ്. പക്ഷെ അവന്റെ അമ്മ ആള് ലേശം ഒരു ടെററാണ്. അവൻ ഫുഡ് കഴിക്കാതെ ഉഴപ്പിയിരിക്കുമ്പോ, നിർത്തിനടാ നിന്റെ കളി, നീ ഒരു ജുനിയനായതിന്റെ ജാടയാണെങ്കിൽ അതെന്റെ മുൻപിൽ ഇറക്കണ്ട, എത്രയും പെട്ടെന്ന് ഫുഡും കഴിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് തുടങ്ങാനായിട്ട് അവന്റെ അമ്മ അവനെ വഴക്കു പറയും. അത് കേട്ട് നാറയ്ക്ക് ഒരുപാട് വിഷമായിട്ട് അവന്റെ പപ്പയുടെ അടുത്ത് കംപ്ലൈന്റ് പറയാൻ തുടങ്ങും. നാറ അവന്റെ പപ്പേനെ നോക്കും. പപ്പയ്ക്ക് ഇവരല്ലാതെ വേറെ ആരെയും എന്റെ അമ്മയായിട്ട് കിട്ടിയില്ലേ? അപ്പൊ പപ്പ ചിരിച്ചിട്ട്, അമ്മ പാവമാണ്, ഇടയ്ക്കൊക്കെ ഒരരപ്പിരി ലൂസാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് അന്യനെ പോലെ നാരയുടെ അമ്മയുടെ ക്യാരക്ടർ ആകെ ചേഞ്ച് ആയിട്ട്, ഹായ് കുട്ടാ ഫുഡ് കഴിക്ക്, തേ നിന്നെ 5th ഹൊക്കാഗെ വിളിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവന്റെ അടുത്ത് പറയും. കട്ട് ചെയ്താ ഈ പാൻറ്റി ആവട്ടെ നാരയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. സാസുക അവൻ ഇവിടം വിട്ടുപോയി, അവനിപ്പോ സൗണ്ട് വില്ലേജിൽ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവനെ ഒറോച്ചിമാറു തന്നെയായിരിക്കാം കൊണ്ടുപോയിരിക്കുന്നത്. അവന്റെ ഉദ്ദേശം ഒന്നുകിൽ അവനെ ഉപയോഗിച്ച് അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക, അതിലൂടെ നമ്മുടെ സീക്രട്ട് നിഞ്ച പവർ എല്ലാം തന്നെ അവൻ സ്വായത്തമാക്കും. അല്ലെങ്കിൽ ഈ ലീഫ് വില്ലേജ് തന്നെ അവൻ തകർത്ത് കളയും. അത് കേട്ട് നമ്മുടെ നാറ ഞെട്ടും. ഇതിപ്പോഴാണോ പറയണേ അവൻ എപ്പോഴാ പോയത്, എന്തിനാണ് അവനവനെ കൊണ്ടുപോയത്? അതൊക്കെ അറിയുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് നമുക്ക് സാസുകയെ കണ്ടുപിടിക്കണമെന്ന് ആന്റി അവന്റെ അടുത്ത് പറയും. അവളുടെ സംസാരവും ഗൗരവവും കാണുമ്പോൾ നമ്മുടെ നാറയ്ക്ക് മനസ്സിലാവും ഈ മിഷൻ അവന് വേണ്ടിയുള്ളതാണെന്ന്. തീർച്ചയായിട്ടും നീ ഈ മിഷൻ ഏറ്റെടുക്കണം. നീ ഇപ്പൊ തന്നെ മിഷൻ സ്റ്റാർട്ട് ചെയ്തോ, എത്രയും പെട്ടെന്ന് സാസുകയായിട്ട് തിരികെ വരണം. ഇത് വളരെ വലിയ മിഷനാണ്, തീർച്ചയായും ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. പക്ഷെ നാറയ്ക്ക് സാസുകയോട് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഈ മിഷൻ ഞാൻ ഏറ്റെടുക്കാണ്. അതിനുവേണ്ടി എനിക്ക് 4 പേരടങ്ങുന്ന ഒരു ടീം വേണം. അതിൽ 2 പേര് തീർച്ചയായിട്ടും ജുനിയനും ആയിരിക്കണം. അതിന് യാതൊരു സാധ്യതയില്ല. കാരണം ഇപ്പൊ ഗ്രാമത്തില് ജുനിയൻസിന്റെ എണ്ണം അത് വളരെ കുറവാണ്. ഉള്ളവരാണെങ്കിൽ വേറെ ഓരോ മിഷൻസിലുമാണ്. നിനക്ക് 15 മിനിറ്റ് ടൈം ഞാൻ തരാം. അതിൻ്റെ ഉള്ളിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള നിഞ്ചകളെ ആരെ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഫുൾ ഫോമില് അവൻ പുറത്തേക്ക് പോകുമ്പോ ആന്റി ആവട്ടെ, നിന്റെ ഗ്രൂപ്പില് ഞാൻ പറയുന്ന ഒരാളെ കൂടെ ചേർക്കണം. കുട്ടപ്പൻ, സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പൻ. പാവൻ നാറ അത് കേട്ട് ഷോക്കാവും. പക്ഷെ കുട്ടപ്പന് അവന് ഒരുപാട് സന്തോഷമായിട്ട് അപ്പൊ തന്നെ ഡ്രസ്സ് മാറി നമ്മുടെ നാരയുടെ കൂടെ ഓടാൻ തുടങ്ങും. അങ്ങനെ അവർ 2 പേരും ചേർന്ന് അടുത്തയാളെ പൊക്കാൻ വേണ്ടിയിട്ട് ഡോർ നോക്ക് ചെയ്യും. വാതിൽ ചവിട്ടി പൊളിച്ചിട്ടും അകത്തുനിന്ന് ഒരനക്കവും കാണൂല. അപ്പൊ നാറ എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് നിലത്തിരുന്ന് ചിപ്സ് പാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പനും അവന്റെ കൂടെ കൂടി ആ ചിപ്സ് ഏകദേശം തിന്നു തീർക്കാൻ തുടങ്ങും. ലാസ്റ്റത്തെ ചിപ്സ് അത് തിന്നാനായിട്ട് അവർ വാ പൊളിക്കുമ്പോഴേക്കും കതകു ഇടിച്ചു പൊളിച്ച് നമ്മുടെ നായകൻ പുറത്തിറങ്ങും. മറ്റാരുമല്ല, ചോച്ചി പയ്യൻ. കുട്ടപ്പൻ അവനെ നോക്കും. നീ ഈ സമയത്ത് പോലും ഇമാതിരി ഊള ഐഡിയ ആണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് നാറ അതൊരു ശീലായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ചോച്ചി പയ്യൻ ആ ഒരു ചിപ്സ് എടുത്ത് അവന്റെ വായിലിടാൻ നോക്കുന്ന കറക്റ്റ് സമയത്താവട്ടെ ഒരു പട്ടിക്കുട്ടൻ ചാടി അങ്ങോട്ട് വീഴും. കറക്റ്റ് സമയത്ത് ചോച്ചി പട്ടീനെ തട്ടിയെറിഞ്ഞ് ആ ചിപ്സ് വയറ്റിലാക്കും. ആ പട്ടിക്കുട്ടി വേറെ ആരുടെയല്ല, സാക്ഷാൽ നമ്മുടെ കിബയുടേതാണ്. നോ, കിബെ കൂട്ടണ്ടാന്ന് കുട്ടപ്പൻ അലറി പറയെങ്കിലും നാറയാവട്ടെ
അവന് ഭയങ്കര ബുദ്ധിയാണ്. തീർച്ചയായും അവനും അവന്റെ പട്ടിക്കുട്ടിയും ഈ ഒരു മിഷന് ഒരുപാട് ഉപകാരാവും. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തയാളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവർ ഓടാൻ തുടങ്ങുമ്പോ കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ നെജിയെയും ലിയെയും കാണിക്കും. അവര് രണ്ടുപേരും കൂടി ഒരു സായാഹ്ന പാർക്കിൽ വന്ന് ലീയുടെ ഓപ്പറേഷന്റെ കാര്യം പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ നാലാൾ പട്ടാളം അവിടേക്ക് വരും. ഒരു കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് നെജിയുടെ ആവശ്യമുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്ന് പറയുമ്പോ ലേക്ക് അവനെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്നോർത്ത് ഒരുപാട് സങ്കടം തോന്നും. ലീ പെട്ടെന്ന് നെജിയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങും. ഇനി മുതൽ ഈ സ്റ്റെപ്പ് ഞാൻ ഒറ്റയ്ക്ക് കയറും, നിങ്ങൾ എത്രയും പെട്ടെന്ന് മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ലീ എല്ലാവരോടുമായിട്ട് പറയും. അങ്ങനെ 5 അംഗ സംഘം റെഡി ആയിട്ട് അവരിപ്പോ ഗ്രാമത്തിന്റെ ആ ഒരു വലിയ ഗേറ്റിന്റെ മുൻപിൽ പോയി നിൽക്കും. ഇപ്പൊ നമ്മള് 5 പേരും റെഡി ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നമ്മുടെ മിഷൻ ആരംഭിക്കണമെന്ന് നഹാറ പറയുമ്പോ അപ്പൊ കുട്ടപ്പൻ ചാടി എഴുന്നേറ്റ് ആരും കൺഫ്യൂഷൻ ആവണ്ട, എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വായോ എന്ന് പറയും. നാറയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടാതെ വാവ്, നീയാണോ ഈ ഗ്രൂപ്പിന്റെ ലീഡർ? ഞാനാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതിയെന്ന് നാറ പറയും. അതിന് ചോച്ചിപ്പയ്യൻ ഷിക്കമരു നാറയാണ് ഇപ്പൊ ചുനിയൻ. സോ എല്ലാവരും അവൻ പറയുന്നത് തന്നെ കേൾക്കണം, അവനാണ് നമ്മുടെ നേതാവ്. ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഞാൻ ഓരോ ടാസ്ക് ഏൽപ്പിച്ചു തരും. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മിഷൻ വളരെ എളുപ്പത്തിൽ ജയിക്കാന്ന് നാറക്കുട്ടൻ പറയും. ഞാൻ പറയാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മരിച്ചു പോകും. ഇത് കേട്ട് ഒരു നിമിഷം എല്ലാവരും ഷോക്കാവും. നാറ പറയും നമ്മളെല്ലാവരും ലൈനായിട്ട് പോകണം, ഏറ്റവും മുൻപിലായിട്ട് കിബയും അവന്റെ പട്ടിക്കുട്ടി ഷിക്കമാരു. കാരണം അവർക്ക് രണ്ടുപേർക്കും സ്മെല്ലിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അതുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ കണ്ടുപിടിക്കാം. നിങ്ങൾ ഒരേ സമയം സാസുകയും സ്മെല് ചെയ്ത് കണ്ടുപിടിക്കണം. മാത്രമല്ല ഏതെങ്കിലും വില്ലന്മാര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുകൂടെ നിങ്ങൾ പറഞ്ഞു തരണം. അവരുടെ തൊട്ടുപുറകെ രണ്ടാമതായിട്ട് ഞാൻ വരും, യുവർ ടീം ലീഡർ നാറ. കാരണം എന്നെ കൊണ്ട് മാത്രമേ കറക്റ്റ് സമയത്ത് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കാൻ കഴിയൂ. പക്ഷെ ഞാൻ എന്റെ കൈ ഉപയോഗിച്ചായിരിക്കും എല്ലാവർക്കും സിഗ്നൽ തരിക. അടുത്തതായിട്ട് നറൂട്ടോ കുട്ടപ്പൻ. അവൻ എപ്പോഴും മിഡിൽ പോർഷനാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടപ്പന് സ്പീഡ് വളരെ കൂടുതലാണ്. അവന് പെട്ടെന്ന് തന്നെ പുറകോട്ടും മുൻപോട്ടും ചലിക്കാൻ കഴിയും. മാത്രമല്ല അവനെ കൊണ്ട് ഷാഡോ ക്ലൗൺസ് ജിപ്സു തന്നെ ഉപയോഗിക്കാൻ കഴിയും. അതിനുശേഷം ചോച്ചി. കാരണം ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് നമ്മുടെ ഉണ്ടപ്പനാണ്. സോ ഏതെങ്കിലും ഒരു തരത്തില് വില്ലന്മാർ ആക്രമിക്കുകയാണെങ്കിൽ ചോച്ചിക്ക് വളരെ എളുപ്പത്തിൽ അവരെ ഇടിച്ച് തോൽപ്പിക്കാൻ കഴിയും. അവസാനമായിട്ട് നെജി. അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ. അവന്റെ വ്യൂഹ കണ്ണുപയോഗിച്ച് ചുറ്റുമുള്ളവരെ എപ്പോഴും വീക്ഷിക്കണം. ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നാൽ ഉടൻ തന്നെ നീ സിഗ്നൽ തരണം. ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും സിമ്പിളായിട്ട് നടന്നാൽ മാത്രം പോരാ. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ ഓരോ മേഖലകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മേഖലകൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നാറ പറയാൻ തുടങ്ങും, കിബയും നാറയും ഫ്രണ്ട് സൈഡ് മുഴുവനായിട്ടും കവർ ചെയ്യണം. ചോച്ചി ലെഫ്റ്റ് സൈഡും കുട്ടപ്പൻ റൈറ്റ് സൈഡും വാച്ച് ചെയ്യണം. നെജി അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്യണം. അവസാനമായി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നാറ ചോദിക്കുമ്പോ നമ്മുടെ ലീക്ക് ഒരുപാട് സന്തോഷമാവും. കാരണം നാറ അവനിപ്പോ സൂപ്പറാണ്, ഒരു സൂപ്പർ ജുനിയൻ. അവസാനമായി ഒരേ ഒരു കാര്യം, സാസുകെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയില്ല, അവനും ഞാനുമായിട്ട് യാതൊരു അടുപ്പവുമില്ല. പക്ഷെ എന്റെ ജീവൻ കൊടുത്തും ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. കാരണം അവൻ ലീഫ് വില്ലേജിലെ ഒരു ധീരനായ നിഞ്ചയാണ്. മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ ജീവൻ കൊടുത്തും നിങ്ങളുടെ ജീവനും ഞാൻ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും വണ്ടടിച്ച് അവനെ നോക്കി നിൽക്കും. നാറ ഉടനെ എല്ലാവരുടെയും നിഞ്ച ടൂൾസ് അത് ചെക്ക് ചെയ്യാൻ പറയും. പക്ഷെ കുട്ടപ്പൻ അവൻ ഓരോ നിഞ്ച ടൂൾ ചെക്ക് ചെയ്യുമ്പോഴും അവന്റെ മനസ്സിൽ ഒരിക്കലും സാസുക ഒറോച്ചിമാറുവിന്റെ കൂടെ കൂടില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവും. കുട്ടപ്പൻ സാക്കുറയ്ക്ക് കൊടുത്ത ആ ഒരു വാക്കോർത്തിട്ട് നിനക്കിതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു സാസുക, നിന്നിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവര് പോകാൻ റെഡിയാവും. ആ സമയത്ത് ആരോ അവരെ പുറകിന്ന് വിളിക്കും. ശരിക്കും അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ നമ്മുടെ സാക്കുറ. അവളെ കണ്ട് നാറ പറയും, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു, നീ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. നിന്നെ കൊണ്ടുപോകാൻ യാതൊരു നിർവാഹവും ഇല്ല. നിനക്കെന്നല്ല ആർക്കും അവനെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് മാത്രമേ അവനെ തിരികെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവള് വിഷമത്തോടു കൂടെ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. എല്ലാവരും പറയും പോലെ ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല. പക്ഷെ എനിക്ക് വേണ്ടി
എനിക്ക് വേണ്ടി തീർച്ചയായിട്ടും നീ എന്റെ സാസുകയെ തിരികെ കൊണ്ടുവരണം. അപ്പൊ കുട്ടപ്പൻ ചെറുതായിട്ടൊന്ന് ചിരിച്ച് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. കുട്ടപ്പൻ പണ്ടൊരിക്കൽ സാസുകയുടെ വേഷം ധരിച്ച് അവനെ കുറിച്ച് തന്നെ അഭിപ്രായം അവളുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ അവള് പറയും അവൻ വെറും ഒരു മണ്ടനാണ്, പ്രണയിക്കുന്നവരെ തമ്മില് തെറ്റിക്കലാണ് അവന്റെ പ്രധാന പരിപാടി. കട്ട് ചെയ്ത പ്രസന്റ് സിറ്റുവേഷനില് അതെല്ലാം സാക്കുറ ആലോചിച്ച് അവക്ക് വീണ്ടും ഒരുപാട് വിഷമാവും. കാരണം കുട്ടപ്പനെ അത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും അവന്റെ മനസ്സിൽ യാതൊരു ദേഷ്യവുമില്ല. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ആ ഒരു മിഷന് വേണ്ടി ഇപ്പൊ യാത്ര തുടങ്ങും. പക്ഷെ എന്താ, പാവം സാക്കുറ അവൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലീ അവളെ പതിയെ അടുത്ത് വിളിച്ച് ആശ്വസിപ്പിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത വലിയൊരു കാട്, അതിന്റെ നടുവിലായിട്ട് ഇപ്പൊ സാസുകെ. അവന് ചുറ്റും കാക്കാഷിയുടെ 4 ശിങ്കിടി നിഞ്ചകള്. അവന് മനസ്സിലാകും എന്തോ ഒരു കുഴപ്പം അത് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അവര് ചിരിച്ചിട്ട് ഒറോച്ചിമാറുവിന് ഒരാഗ്രഹം ബാക്കിയുണ്ട്, അത് സാധിച്ചു കൊടുക്കാൻ സമയമായെന്ന് പറയുമ്പോ സാസുക അതെന്താണെന്ന് ചോദിക്കും. അത് മറ്റൊന്നുമല്ല, നിന്റെ മരണം എന്ന് അവര് പറയുമ്പോ സാസുക ഷോക്കായിട്ട് അവരെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.